വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നവരാണോ? വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് എവിടെ ചെയ്യും, എന്ത് ചെയ്യും, ഏത് സർട്ടിഫിക്കേഷൻ ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻസിൽ ഇരിക്കുകയാണോ? സോ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസിനുമുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വെയർഹൗസ് മാനേജ്മെൻറ്റ്. ഈ വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സ് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എടുക്കുന്ന കോഴ്സിൻ്റെ നിലനിൽപ്പ് എന്താണ്, സസ്റ്റൈനബിലിറ്റി അല്ലേ, എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം. ഞാൻ ഈ ഒരു കോഴ്സ് എടുത്താൽ നാളെ ഇതിൻ്റെ സാധ്യത എന്താണ്, ഒരു പെർട്ടിക്കുലർ സമയത്ത് ഈ കോഴ്സിൻ്റെ ഒരു സാധ്യത ഇല്ലാതാവുമോ? ഇതാണ് നമ്മൾ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും, ഈവൻ ഇനി ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും നമ്മൾ മുന്നോട്ട് നോക്കുന്നത് ആ കോഴ്സിൻ്റെ സാധ്യതയാണ്. സോ വെയർഹൗസ് മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ സാധ്യത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ, കയറ്റുമതിയിൽ, ഇറക്കുമതിയിൽ വെയർഹൗസിൻ്റെ പങ്ക് എന്താണെന്നുള്ളത്. നമ്മളെല്ലാവരും ഓൺലൈൻ പേർച്ചേസിങ്ങിലേക്ക് മാറിയിരിക്കുകയാണല്ലേ. കടയിൽ പോയി തൊട്ട് നോക്കി സാധനങ്ങൾ വാങ്ങിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും? സോ ഒരു ഓൺലൈൻ പേർച്ചേസിങ്ങിൽ ഇത്രയും ഡിപ്പെൻഡ് ആയിരിക്കുന്ന നമ്മൾ, ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് അത് നമ്മളുടെ കയ്യിലെത്താൻ എടുക്കുന്ന സമയത്തിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ്, ഒരുപാട് വ്യക്തികൾ, ഒരുപാട് വർക്ക്, ഇതിൻ്റെ ഒരു റിസൾട്ടാണ് വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നെല്ലാം പറയുന്നത്. സോ ഒരുപാട് ആളുകളെ നമുക്ക് ഈ ഒരു ഓൺലൈൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലെല്ലാം ആവശ്യമുണ്ട്, വെയർഹൗസിങ് ഇൻഡസ്ട്രിയിൽ ആവശ്യമുണ്ട്. സോ ഇത് തന്നെയാണ് ഈ ഒരു കോഴ്സിൻ്റെ സാധ്യത. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പെർട്ടിക്കുലർ സമയം കഴിയുമ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ഇല്ലാതാവുന്നു? കയറ്റുമതി, ഇറക്കുമതി, അന്താരാഷ്ട്ര വിപണി ഇല്ലാതാവുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സോ ഇത് തന്നെയാണ് ഈ കോഴ്സിൻ്റെ സാധ്യത. സോ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഡിസിഷൻ കറക്റ്റായ ഡിസിഷനാണ്. ഇനി അടുത്തത്, വെയർഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് ഏത് സർട്ടിഫിക്കേഷനിൽ ഞാൻ ചെയ്യണം? വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഇത്രയും റിസർച്ച് ചെയ്ത് നല്ലൊരു സാധ്യതയുള്ള കോഴ്സ് ചെയ്യുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ SLBSനെ സംബന്ധിച്ച് നമ്മൾ ഡ്യുവൽ സർട്ടിഫിക്കേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ഒരു 1 ഇയറിൻ്റെ ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡ്യുവൽ സർട്ടിഫിക്കേഷനാണ്. 8 മാസം, 10 മാസം അല്ലെങ്കിൽ 12 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിൻലി ലഭിക്കുന്നത്. 1 ഇസ് ഫ്രം UPES യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ പ്രോഗ്രാം ലഭിക്കാൻ പോകുന്നത്. ആൻഡ് അനദർ വൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ നമ്മളെല്ലാവരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമ, ഒരു അന്താരാഷ്ട്ര ഡിപ്ലോമ കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 1 ഇസ് ഫ്രം എ യൂണിവേഴ്സിറ്റി, അനദർ 1 ഇസ് എ ഇൻ്റർനാഷണൽ ഡിപ്ലോമ. ഈ ഇൻ്റർനാഷണൽ ഡിപ്ലോമ നമുക്ക് അവാർഡ് ചെയ്യുന്നത് 1 ഇസ് ഫ്രം FICS, UK സർട്ടിഫൈഡ് ബോഡി ആയിട്ടുള്ള FICS, ഫോറം ഫോർ ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഒരു സർട്ടിഫൈങ് ബോഡിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അന്താരാഷ്ട്ര ഡിപ്ലോമ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓർ നിങ്ങൾക്ക് അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ US സർട്ടിഫിക്കേഷൻ്റെ അണ്ടറിലും ഇൻ്റർനാഷണൽ ഡിപ്ലോമ ചെയ്യാൻ സാധിക്കും. സോ യു ആർ ഗെറ്റിംഗ് ഡ്യുവൽ സർട്ടിഫിക്കേഷൻസ്. 1 ഇസ് എ ഇൻ്റർനാഷണൽ ഡിപ്ലോമ ആൻഡ് അനദർ 1 ഇസ് എ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ. സോ ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ. ഇമാജിൻ 1 ഇസ് ഫ്രം എ യൂണിവേഴ്സിറ്റി, അനദർ 1 ഇസ് എ ഇൻ്റർനാഷണൽ ഡിപ്ലോമ. ഈ കോഴ്സിൻ്റെ ഒരു സാധ്യതയിലേക്ക് വരുമ്പോൾ, വെയർഹൗസ് പഠിച്ചാൽ എന്തായിരിക്കും ജോലി, എവിടെ ആയിരിക്കും ജോലി? ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രമല്ല കേട്ടോ വെയർഹൗസ് എന്ന് പറയുന്നത്, വേറെയും ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക്. ഓൺലൈൻ പർച്ചേസിങ് പ്ലാറ്റ്ഫോംസിലെല്ലാം ആവശ്യം നമ്മളെയാണ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആളുകളെയാണ് ആവശ്യമുള്ളത്. അവിടെ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് അറിയോ? ഓക്കെ, വെയർഹൗസ് എക്സിക്യൂട്ടീവ്, വെയർഹൗസ് അസിസ്റ്റൻറ്റ്, സൂപ്പർവൈസർ, അസിസ്റ്റൻറ്റ് ടീം ലീഡർ, ഈ ഒരു പൊസിഷൻസ് മാത്രം. ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങളൊരു സൂപ്പർവൈസർ, ടീം ലീഡർ എന്നുള്ള പൊസിഷനിലേക്ക് പോകുന്നു. ഇത് മാത്രമല്ല നിങ്ങളെ സാധ്യത എന്ന് പറയുന്നത്. ഇന്നത്തെ ഓരോ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും, ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ് അങ്ങനെ ഓൾ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നിങ്ങളെ മൊബൈലിൽ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലെല്ലാം ഒരുപാട് വെയർഹൗസ് എക്സിക്യൂട്ടീവ്സിൻ്റെ, വെയർഹൗസ് മാനേജേഴ്സിൻ്റെ, സൂപ്പർവൈസേഴ്സിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നതെല്ലാം.
സോ ഇവിടെ എല്ലാം ജോലി ചെയ്യാൻ നമ്മളെയാണ് ആവശ്യം. വെയർ ഹൗസ് എക്സിക്യൂട്ടീവായിട്ട്, വെയർ ഹൗസ് അസിസ്റ്റൻ്റായിട്ട്, അസിസ്റ്റൻറ്റ് ടീം ലീഡറായിട്ട്, സൂപ്പർവൈസറായിട്ട്. ആൻഡ് ആഫ്റ്റർ 5 or 6 years ഓഫ് നിങ്ങളുടെ വെയർ ഹൗസിലെ എക്സ്പീരിയൻസിന് ശേഷം വെയർ ഹൗസ് സൂപ്പർവൈസർ, മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇത് മാത്രമല്ല, ഏതൊരു വെയർ ഹൗസിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കിയാലും അവിടെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അവിടെ സൂക്ഷിക്കുന്ന ഒരു ഇൻവെൻട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വെയർ ഹൗസിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ല, ആ ഒരു സാധ്യത മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പർച്ചേസ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പർച്ചേസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈവൻ ഇൻവെൻട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇൻവെൻട്രി എക്സിക്യൂട്ടീവ്, ഇൻവെൻട്രി കോർഡിനേറ്റർ എന്നുള്ള ഡെസിഗ്നേഷൻസിലെല്ലാം വർക്ക് ചെയ്യാൻ പറ്റും. സോ വെയർ ഹൗസ് മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ വെയർ ഹൗസ് മാത്രം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവരുത്. വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ്, ഇതിൻ്റെ സാധ്യത, സർട്ടിഫിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് വൈ SLBS ഇസ് ഡിഫറെൻറ്റ് എന്ന് ചോദിച്ചാൽ, more than the personality development and the communicative English, we are having many peculiarities. ഓക്കെ, ഇതാണ്. സോ നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാമാണ് നോക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? സർട്ടിഫിക്കേഷൻസ് എന്താണ് എക്സ്ട്രാ എനിക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് SLBSനെ വേറിട്ട് നിർത്തുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ലഭിക്കുന്ന ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. SLBS എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ദാറ്റ് ഇസ് ദ അനദർ തിങ്. ഒരു സ്റ്റുഡൻ്റായി വരുന്ന കുട്ടിയെ ഒരു എംപ്ലോയി ആക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ് SECP എന്ന് പറയുന്നത്. സോ ഈ SECP സർട്ടിഫിക്കേഷൻസുകളും നമ്മൾ SLBS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ്, PPTയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് AI നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെയർ ഹൗസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സർട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബഞ്ച് ഓഫ് സർട്ടിഫിക്കറ്റ്സുകളായിട്ടായിരിക്കും നിങ്ങൾ ഇറങ്ങുന്നുണ്ടായിരിക്കുക. സോ SLBSൽ വെയർ ഹൗസ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഇൻ്റർനാഷണൽ ഡിപ്ലോമ വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ വരുന്നുണ്ട്, ഈവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇൻ്റർനാഷണൽ ഡിപ്ലോമ എന്ന് പറയുന്നത് 8 month ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സാണ്. അഡ്വാൻസ്ഡ് ഡിപ്ലോമ എന്ന് പറയുന്നത് 10 month ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്. ആൻഡ് ഫൈനലി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ 12 months ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ദിസ് ഈസ് അബൌട്ട് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് ഇൻ SLBS.